ഇന്നത്തേത് പോലുള്ള ഒരു നവ ഫാസിസ്റ്റ് ഭരണകൂടം യഥാർത്ഥത്തിൽ ജീവിതം അസാധ്യമാക്കുന്നത് ജനാധിപത്യവാദികൾക്കും മതനിരപേക്ഷവാദികൾക്കുമായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഇറ്റലിയിലും അതുപോലെ തന്നെ ജർമ്മനിയിലുമൊക്കെ ഹിറ്റ്ലറുടെയും മുസോളിനിയുടെ വാഴ്ചക്കാലത്ത് അവിടെ നിന്ന് രാജ്യം വിട്ട് ഒളിച്ച് പോകേണ്ടി വന്നത് ബെർത്തോൾഡ് ബ്രെഖ്റ്റിനും ആഡർണോയിനും ഹെർബർട്ട് മാർക്യൂസിനും അതുപോലെ ഒട്ടനവധി സാംസ്കാരിക പ്രവർത്തകർക്കും ഇടതുപക്ഷ പ്രവർത്തകർക്കും ജനാധിപത്യവാദികൾക്കുമായി. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലിപ്പോൾ നമ്മളിപ്പോൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ജിഗ്നേഷ് മെവാനി മുതൽ കെജ്രിവാൾ വരെ ഉള്ള ആളുകളുടെ അറസ്റ്റ്, ഒരാൾ MLA ആണ്, മറ്റൊരാൾ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഒരു MLA ആയതുകൊണ്ടോ ഒരു മുഖ്യമന്ത്രി ആയതുകൊണ്ടോ രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിൽ ഈ നമ്മുടെ ഭരണകൂടം അതിൻ്റെ ക്രൗര്യം പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഇന്ന് നടക്കുന്ന അവസ്ഥ, എത്തിച്ചേർന്ന അവസ്ഥ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ അത് മതന്യൂനപക്ഷങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക ജാതി വിഭാഗത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, മറിച്ച് ഡിസൻറ്റിന്, വിസമ്മതത്തിന്, വിയോജിപ്പിന്, ജനാധിപത്യപരമായ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന് അവസരമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ മുഖ്യമന്ത്രി എന്നോ സാധാരണ ഒരു MLA എന്നോ ഒരു പൗരനെന്നോ വ്യത്യാസമില്ല. നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ RB ശ്രീകുമാറോ അല്ലെങ്കിൽ ടി സ്റ്റാർ സെറ്റിൽവാദോ ഒന്നും തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളൊന്നുമല്ല. അവരെയൊക്കെ പിടിച്ച് തടവറക്കകത്താക്കിയത് അവർ ജനാധിപത്യത്തിന് വേണ്ടി സംസാരിച്ചു എന്നുള്ള ഒറ്റ ഒരു കാര്യം കൊണ്ടാണല്ലോ. അപ്പോൾ ഇന്ത്യയിൽ ഉടനീളം നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ ആനന്ദ് തെൽത്തുംബടെ ആയാലും ശരി, സായിബാബ ആയാലും ശരി, ഹണിബാബു ആയാലും ശരി, ഇങ്ങനെ നമ്മൾ ഇന്ത്യയിൽ മുഴുവൻ തടവിലാക്കപ്പെട്ട മനുഷ്യരെക്കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ തടവിലാക്കപ്പെട്ടവരും തടവിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരും ഇനി തടവിലാക്കപ്പെടാൻ ടാർഗറ്റ് ചെയ്യപ്പെടുന്നവരെക്കുറിച്ചും ആലോചിച്ച് കഴിഞ്ഞാൽ വാസ്തവത്തിൽ ജനാധിപത്യത്തെയും മതനിരപേക്ഷതയുമാണ് നവഫാസിസം ഏറ്റവും ഭയപ്പെടുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് നവഫാസിസത്തിൽ നിന്ന് ഇന്ത്യയെ രക്ഷിക്കേണ്ടത് ജനാധിപത്യവാദികളുടെ ഉത്തരവാദിത്തമാണ്, മതനിരപേക്ഷവാദികളുടെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ അത് ഏതെങ്കിലും ന്യൂനപക്ഷ സമുദായത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള പ്രക്രിയയല്ല. തീർച്ചയായും ന്യൂനപക്ഷത്തെ മറുവശത്ത് നിർത്തുക എന്ന ഫാസിസ്റ്റ് തന്ത്രം പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയാലോ, ഈ കേരളം ഉൾപ്പെടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് ന്യൂനപക്ഷത്തെ മാത്രമല്ല ടാർഗറ്റ് ചെയ്യുന്നത്, സാമ്പത്തികമായി ടാർഗറ്റ് ചെയ്യുന്നതും സാംസ്കാരികമായി ടാർഗറ്റ് ചെയ്യുന്നതും ന്യൂനപക്ഷങ്ങളെ മാത്രമല്ല. കാരണം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 6 എയർപോർട്ടുകൾ അദാനിക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ അംബാനിക്ക് മാത്രം നമ്മുടെ സാമ്പത്തിക ക്രമം വിട്ടുകൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുതലാളിത്ത വ്യവസ്ഥയിൽ സാധ്യമായ മത്സരം പോലും അസാധ്യമാവുകയും വളരെ ചെറിയ സ്വജനപക്ഷ നെപ്പോട്ടിസ്റ്റിക് ക്യാപിറ്റലിസം എന്ന് പൊള്ളോക്ക് ജർമ്മനിയിലെ ഹിറ്റ്ലറുടെ മുതലാളിത്തത്തെ വിശേഷിപ്പിച്ചിട്ടുള്ള അതേ അവസ്ഥയാണ് ഇവിടെ വരുന്നത്. നെപ്പോട്ടിസ്റ്റിക് ആയിട്ടുള്ള സ്വജനപക്ഷപാതപരമായിട്ടുള്ള സാമ്പത്തിക കേന്ദ്രീകരണം നടക്കുകയും സാമ്പത്തിക രംഗത്തും മറ്റ് രംഗങ്ങളിലും മത്സരങ്ങൾ പോലും അസാധ്യമാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ നവഫാസിസത്തിന് 2 തരത്തിലുള്ള വേരുകളുണ്ട്. ഒന്ന് ആശയാധികാര വ്യവസ്ഥയിൽ, ബ്രാഹ്മണ്യത്തിൽ, ജാതി വ്യവസ്ഥയിൽ ആഴത്തിൽ വേരോടിയിട്ടുള്ള ഒരു ഘടകം അതിൻ്റെ ആഴഘടനയിൽ, അതിൻ്റെ ഡീപ്പ് സ്ട്രക്ചറിൽ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അപരവിദ്വേഷം വളരെ പെട്ടെന്ന് ഇന്ത്യയിൽ പ്രചരിപ്പിക്കാൻ കഴിയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് യഥാർത്ഥത്തിൽ ഈ വംശഹത്യ നടത്തി അതിൻ്റെ ഒരു ദുഷ്പേരുണ്ടാവുക എന്നാണല്ലോ സ്വാഭാവികമായി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ 2002 കൊലപാതകങ്ങൾ നടത്തുകയും ഒരു വിഭാഗത്തെ ഒന്നിച്ച് അവരുടെ ശവശരീരങ്ങളെ മറവ് ചെയ്യുകയും അങ്ങനെ മാസ് ഗ്രേവ് ഉണ്ടായിട്ടുള്ള ഗുജറാത്തിൽ നിന്നൊരു പ്രധാനമന്ത്രി ഉയർന്നു വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ വളരെ നേരത്തെ തന്നെ ഈ രീതിയിൽ നിർണയിക്കപ്പെട്ടത് വാസ്തവത്തിൽ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഹൈറാർക്കൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ശ്രേണീബദ്ധമായിട്ടുള്ള ഒരു ജാതി വ്യവസ്ഥ ഇവിടെ നിലനിന്നതുകൊണ്ടും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാനും അപരവിദ്വേഷം
നിരന്തരം പ്രവർത്തിച്ചുകൊണ്ട് സാമൂഹിക ക്രമം രൂപപ്പെടുത്താനും കഴിഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ അപരവിദ്വേഷങ്ങളൊക്കെ തന്നെ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് കടക്കുകയും ജനാധിപത്യം സാധ്യമല്ലാത്ത രീതിയിൽ, പ്രണയം പോലും സാധ്യമല്ലാത്ത രീതിയിൽ, സൗഹൃദം പോലും സാധ്യമല്ലാത്ത രീതിയിൽ ഇന്ന് കാര്യങ്ങൾ പരിണമിക്കുകയും ചെയ്യുമ്പോൾ എല്ലാ സാംസ്കാരിക പ്രവർത്തകരും, എല്ലാ സാമൂഹിക പ്രവർത്തകരും, എല്ലാ ജനാധിപത്യവാദികളും, എല്ലാ മതനിരപേക്ഷവാദികളും അവരുടെ അവസാനത്തെ ശ്വാസത്തിന് വേണ്ടി പെടയേണ്ട ഒരു കാലം നമ്മുടെ മുമ്പിൽ സംജാതമായിരിക്കുകയാണ്. അതുകൊണ്ട് ഇതാരുടെയെങ്കിലും സംരക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നടത്തുന്ന ഒരു ഇടപെടലല്ല, മറിച്ച് നമ്മൾ ഓരോ മനുഷ്യൻ്റെയും, ഓരോ ജനാധിപത്യവാദികളുടെയും, ഓരോ സാമൂഹ്യ ബോധമുള്ള പൗരൻ്റെയും പൗരയുടെയും ആത്മരക്ഷാർത്ഥം നടത്തുന്ന, നിലനിൽപ്പിന് വേണ്ടി നടത്തുന്ന, സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തുന്ന ഒരു ഇടപെടലാണ് ഈ അവസരത്തിൽ നമ്മൾ ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്.